സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യം. 41-42 വാക്യങ്ങൾ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സഭയുടെ അടിസ്ഥാനം എന്താണ്? മാനസാന്തരപ്പെടുക. എന്താണ് സഭയുടെ അടിസ്ഥാനം? അത് 38-ലുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുക. മാനസാന്തരപ്പെട്ട ശേഷം സ്നാനപ്പെട്ടിട്ട് സഭയിൽ ചേർന്നവരാണ് ക്രിസ്ത്യാനികൾ. എൻ്റെ പിതാവ് ക്രിസ്ത്യാനിയാണ്, എൻ്റെ മുത്തച്ഛൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയില്ല. ഓരോരുത്തരും അവരവരുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ പ്രാണന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നത് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശ്വാസത്താൽ കഴുകപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. സ്നാനപ്പെട്ടവൻ സഭാ വിശ്വാസി ആണ്. സഭയിൽ എത്ര പേർ വരുന്നുണ്ട് എന്നതല്ല പ്രധാനമായത്, അതിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടവരുണ്ട്. ചില ഇടങ്ങളിൽ തിരുമേശ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്ന കാണാം, പ്രസാദം പോലെ. ഗേറ്റിനരികിൽ വരെ കൊണ്ടു കൊടുക്കാറുണ്ട്. അത് വാങ്ങിയിട്ട് അകത്തേക്ക് വന്നാൽ മതി. അങ്ങനെയല്ല ദൈവത്തിന്റെ രീതി. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാഗവാക്കാകുന്നവർ ആരാണെന്ന് വെച്ചാൽ അവർ സ്വർഗീയ കുടുംബത്തിൽപ്പെട്ടവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. അങ്ങനെയാണ് സഭ ആരംഭിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ സഭയുടെ ആരംഭം കാണാം. പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സ്നാനപ്പെടുവാനിടയായി, സഭയായി കൂടി വന്നു. സഭയിൽ ചേർന്നതിന് ശേഷം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം, 2-ാമത് കൂട്ടായ്മ, 3-ാമത് അപ്പം നുറുക്കൽ, 4-ാമത് പ്രാർത്ഥന. ഇതില്ലാത്ത സഭകൾ സഭയല്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കാനിടയായി. നിങ്ങളുടെ പാപങ്ങൾക്കായി അവൻ ക്രൂശീകരിക്കപ്പെട്ടു. അവൻ ക്രൂശിൽ മരിച്ച് 3-ാമത്തെ നാൾ ഉയർത്ത് എഴുന്നേൽക്കാനിടയായി. അതാണ് ഉപദേശം. ഇന്നെനിക്ക് പാപക്ഷമായി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതായ യാഗമാണ്. ഇന്ന് നിനക്ക് സൗഖ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനു കാരണം അന്ന് അവൻ വഹിച്ചതായ മുറിപ്പാടുകൾ നിമിത്തം ഇന്ന് നിനക്ക് സൗഖ്യമുണ്ടാകുന്നു. ഇന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ പരിഹാരമായി അവൻ ക്രൂശിൽ മരിക്കപ്പെട്ടതുകൊണ്ട്, വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നിനക്ക് ക്ഷമ ലഭിക്കുന്നത്, പാപക്ഷമയുള്ളത്. അപ്പോസ്തല ഉപദേശം അതാണ്. മാനസാന്തരപ്പെട്ട് സ്നാനം എടുക്കുക. നമ്മുടെ സഭകളിൽ ഈ വാക്കുകൾ ഇപ്പോൾ കേൾക്കുന്നില്ല. പുതുതായി വന്ന സമയത്താണെങ്കിൽ ഒരാൾ പുതുതായി വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫോൺ നമ്പർ വാങ്ങിക്കുക, ഒരു ഫോം കൊടുക്കുക, വേണമെങ്കിൽ ഒരു ID കാർഡ് കൊടുക്കുക. അതാണോ? ഞങ്ങളുടെ സഭയുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് ചേർത്തിരിക്കുന്നു, നിങ്ങളുടെ ദശാംശം ഇവിടെ കൊടുക്കണം. ഇതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി, ഒരു വ്യക്തി സഭയുടെ അകത്തേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കണ്ട് ഞാനും ഒരു പാപിയാണെന്ന് മനസ്സിലാക്കി, യജമാനന്മാരെ, ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ദൈവാലയത്തിലേക്ക് ഒരു മദ്യപാനി വന്നേക്കാം, അല്ലെങ്കിൽ ഒരു വ്യഭിചാരി വന്നേക്കാം, ഒരു മോഷ്ടാവ് ദൈവസന്നിധിയിലേക്ക് വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിലുള്ളവർ മോഷ്ടാവായിട്ട്, മദ്യപാനിയായിട്ട്, പാപിയായി കണ്ടിന്യൂ ചെയ്യുവാൻ പാടില്ല. ഓർക്കണം, രോഗികൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാറുണ്ട്. എന്നാൽ ഡിസ്ചാർജ് ആകുമ്പോൾ രോഗത്തോടു കൂടിയാണോ ഡിസ്ചാർജ് ആകുന്നത്?
അഡ്മിഷനും രോഗത്തോടു കൂടിയാണ്, ഡിസ്ചാർജും രോഗത്തോടു കൂടിയാണ്. ബില്ലിന് വേണ്ടി മാത്രം പണം കെട്ടി. എന്താണ്? രോഗത്തോടുകൂടി ഹോസ്പിറ്റലിലേക്ക് വരുവാനിടയായി അതേ രോഗത്തോടുകൂടി തന്നെ മടങ്ങിപ്പോവുകയാണ്. നല്ല ഹോസ്പിറ്റലാണല്ലോ. ഏതെല്ലാം രോഗികൾ ഏതെല്ലാം രോഗത്തോടെ ഏതെല്ലാം ഭാരത്തോടെ ആക്സിഡന്റിൽ ഒക്കെ വന്നാലും അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പനി കുറഞ്ഞു പോകേണ്ടതാണ്, ഇൻഫെക്ഷൻ കുറയേണ്ടതാണ്, ആ ഓപ്പറേഷൻ സക്സസ് ആവേണ്ടതാണ്. വരുന്ന സമയത്ത് സ്ട്രക്ചറിൽ വരികയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നടന്നാണ് പോകേണ്ടത്. അതാണ് ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നവരെല്ലാം വിശുദ്ധർ ആകണമെന്നില്ല. എന്നാൽ ആലയത്തിൽ വന്നതിന് ശേഷം വിശുദ്ധരായി മാറും, സൗഖ്യം പ്രാപിക്കും, മാനസാന്തരപ്പെടും. ഇതുപോലെയുള്ളൊരു ഹാളിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നു. അവിടെ 2 തത്തകൾ ഉണ്ടായിരുന്നു. ആളുകൾ വരുന്ന സമയത്ത് ഈ തത്തകൾ അവരോട് മനുഷ്യർ പറയുന്നത് പോലെ വരിക, ഇരിക്കുക, വരിക, ഇരിക്കുക എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ആ ഹാളിന്റെ വാടക കൂട്ടിയപ്പോൾ ആ സഭയ്ക്ക് വാടക കൊടുക്കാൻ കഴിയാതെ വേറൊരു സ്ഥലത്തേക്ക് മാറി. പിന്നെ ആ സ്ഥലത്ത് ബാറാണ് തുടങ്ങിയത്. ബാർ തുടങ്ങിയ ആ സമയത്ത് ഈ തത്തകൾ അവിടെ ഇരുന്ന ആളുകൾ വരുമ്പോൾ വന്നോ, വരിക, ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ഈ സഭയിൽ വന്ന ആളുകൾ തന്നെയാണ് ഈ ബാറിലും വന്നുകൊണ്ടിരുന്നത്. അത് തത്തകൾ മനസ്സിലാക്കി. എന്താണ്? സ്ഥലം മാറി, എന്നാൽ മനസ്സ് മാത്രം മാറിയിട്ടില്ല. മനസ്സ് മാറണം. ക്രിസ്തീയ ഭക്തിയുടെ സാരാംശം ആണത്. യേശുക്രിസ്തുവിന്റെ ഉപദേശം കേൾക്കുമ്പോൾ പശ്ചാത്താപം ഉണ്ടാകാനിടയാകും. വിശ്വാസം വർദ്ധിക്കുന്നു. പത്രോസിന്റെ പടകിൽ കയറിയിരുന്ന കർത്താവ് പ്രസംഗിച്ചു. ആ പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം പടകിനെ ആഴത്തിലേക്ക് കൊണ്ടുപോയിട്ട് വല വീശുവാൻ പറഞ്ഞു. എപ്പോഴാണത് പറഞ്ഞത്? ഉപദേശം കഴിഞ്ഞ് വചനം പ്രസംഗിച്ചതിന് ശേഷം. പത്രോസ് കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് അവന്റെ ഉപദേശങ്ങൾ എല്ലാം കേട്ടു. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ദൂരേക്ക് പോകുക, വല വീശുക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒന്നും കിട്ടിയില്ല. അങ്ങയ്ക്കത്ര അറിവില്ലേ? നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മീൻ കിട്ടുന്നത്? രാത്രി മുഴുവൻ കിട്ടാത്ത മീൻ ഇപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ ഈ കടലിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മീൻപിടുത്തക്കാരനാണ്. എന്നെ പഠിപ്പിക്കാൻ വരികയാണോ എന്ന് പറഞ്ഞു അവൻ. ഉപദേശം കേട്ടതിന് ശേഷം മനുഷ്യന് മാറ്റമുണ്ടാകും. ഉപദേശം കേൾക്കാത്ത ആളുകൾ, ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവർ നിഗളിക്കുവാനിടയാകും. ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവവചനം കേൾക്കാൻ വരുമ്പോൾ എന്നെ സീരിയസ് ആയിട്ട് നോക്കുന്നത് കാണാം. എന്നെ കണ്ട് അവർ ഭയപ്പെടുകയാണോ അതോ അവരെ കണ്ട് ഞാൻ ഭയപ്പെടുകയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകില്ല. എന്നാൽ അവസാനം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സീരിയസ് ആയിട്ട് നോക്കിയ ആ വ്യക്തിയെ നോക്കുന്ന സമയത്ത് ലൈനിൽ അവനെ കാണുവാൻ കഴിയും. എന്താണ് പറ്റിയത്? വചനം കേട്ടപ്പോൾ മാറുവാനിടയായി. ഒരു ദിവസം മീറ്റിംഗ് നടക്കുമ്പോൾ ഒരാൾ വളരെ സീരിയസോടെ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, നിർത്തിയിട്ടിപ്പോൾ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയെന്ന്. ഞാൻ പറയാം, എന്നല്ല, ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം, ഇപ്പോൾ തന്നെ ഉത്തരം വേണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ആളുകൾ കാത്തിരിക്കുകയാണ്, വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് ഞാൻ മറുപടി പറഞ്ഞു തരാം. അങ്ങനെ അപ്പിറകിൽ പോയിരിക്കുവാനിടയായി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ ശേഷം, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ അയാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. നോക്കുകയാണ്. അങ്ങനെ വിളിച്ചു. ഇതിന് മുമ്പെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. വചനം കേട്ടുകഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് ഇതാ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. രോക്ഷത്തോടെ കടന്നു വന്നതായ വ്യക്തി താഴ്മയോടെ വന്ന് പറയുകയാണ്, എനിക്ക് മനസ്സിലായി, എൻ്റെ സംശയമൊക്കെ തീർന്നു കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതെല്ലാം മനസ്സിലായി കേട്ടോ, എൻ്റെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകഴിഞ്ഞപ്പോൾ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിരിക്കുന്നു. വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. വചനത്തിന് പ്രാധാന്യമില്ലാത്തതായ സഭയിൽ ഉണർവുണ്ടാകില്ല. പാട്ടുകൾ പാടുന്നത് നല്ലതാണ്. എന്നാൽ പാടുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങളെ ഓർത്തുകൊണ്ട് ആരാധിക്കുവാൻ കഴിയണം. സഭകളിലും പലതരത്തിലുള്ള രീതികളുണ്ട്. വചനത്തിന് എന്താണ് പലപ്പോഴും പറയുന്നത്? ഷോർട്ട് മെസ്സേജ് എന്നാണ്. ദൈവദാസന്മാരെ തരംതിരിക്കുന്നു. പ്രത്യേകമായ സംഭാവനകൾ നൽകുന്നവർക്ക് പ്രത്യേകമായ പ്രാർത്ഥന,
ദൈവം കാണുന്നുണ്ട്. ദൈവം തീർച്ചയായും പ്രതിഫലം കൊടുക്കുന്നു. ഞാൻ എന്തിനാണ് പുകഴുന്നത്? ഞാൻ എന്തിനു പ്രത്യേകമായി പ്രാർത്ഥിക്കണം? ദൈവം ആർക്കും കടക്കാരനല്ലല്ലോ. അവൻ ആർക്കും കടക്കാരനല്ലല്ലോ. നിങ്ങൾ കൊടുക്കുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കാനിടയാകും, എന്നാൽ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കില്ല. ആ വചനത്തിൽ കൂടിയും തെറ്റുതിരുത്തില്ല, ജ്ഞാനം പറയത്തില്ല, ഉപദേശം കൊടുക്കില്ല. വചനം ഉള്ളതുപോലെ പറയുകയില്ല. മനുഷ്യർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതിനായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പാസ്റ്റർമാർ സ്റ്റേജിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ട്, നിങ്ങൾക്കറിയത്തില്ലേ, ചില സഭകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടപ്പ അത് ഫോറിനേഴ്സിനെ കണ്ട് പഠിച്ചതാണ്. അത് ഇന്നുള്ള ഒരു വലിയ പ്രശ്നമാകുന്നു. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ വെസ്റ്റേണൈസ്ഡ് റിലീജിയൻ. ക്രിസ്ത്യാനിത്വത്തിനെ ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെ മതമായിട്ട് നമ്മുടെ രാജ്യത്ത് മാറ്റിയിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതായ ആചാരങ്ങളല്ല ക്രിസ്ത്യാനിയുടെ ആചാരം. ബൈബിളിൽ ഉള്ളതായ രീതികളാണ്, ബൈബിളിലെ പദ്ധതികളാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മുടി കത്തിച്ചു കളയണം, നീളമുള്ള ഗൗണൊക്കെ ഇടണം, ലിപ്സ്റ്റിക്കൊക്കെ തേൽക്കണം. അങ്ങനെയൊന്നുമല്ല. യേശുക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്നത് പല രാജ്യക്കാര്, പല ദേശക്കാര്, പല ഭാഷകളിലും ഉള്ള അനേകം ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ വേഷഭാഷകൾ മാറണമെന്നല്ല അർത്ഥം. പുറമേയുള്ള മാറ്റമല്ല, നിന്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകണം. നീ ഏത് ഭാഷയിൽ യേശുവേ എന്ന് വിളിച്ചാലും അവൻ മറുപടി നൽകുന്നവനാണ്. വചനം അതാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, നടത്തുന്നത്, നമ്മെ ഒരുക്കുന്നത്. ദാവീദ് പറയുന്നു, നിന്റെ വചനം ഞാൻ ധ്യാനിക്കുന്നത് കൊണ്ട് വൃദ്ധന്മാരെക്കാൾ വിശേഷമായ ജ്ഞാനം എനിക്കുണ്ട്. നിന്റെ വചനം ഞാൻ ധ്യാനിക്കുന്നത് കൊണ്ട് ഉപദേഷ്ടാക്കന്മാരെക്കാൾ എനിക്ക് ജ്ഞാനം ഉണ്ട്. ഇന്നുള്ള സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഉപദേഷ്ടാക്കന്മാരെക്കാളിലും ജ്ഞാനമുള്ള ആളുകളെയാണ്. അപ്പോൾ നിങ്ങൾ വഞ്ചിതരാകില്ല. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ വായിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും ബൈബിൾ ഇപ്പോൾ ലഭ്യമാകത്തക്ക രീതിയിൽ ഉണ്ട്. എല്ലാ ഭാഷകളിലും ബൈബിൾ തർജ്ജമ ചെയ്യുന്നുണ്ട്. 1000 പേജുള്ള ഒരു പുസ്തകം പ്രിന്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കറിയാമോ, 100 പേജുള്ള ഒരു പുസ്തകം പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് എത്ര പണമാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിന് ഇത്ര വലിയ പുസ്തകമാണെങ്കിലും ഇതെല്ലാവർക്കും ലഭ്യമാകത്തക്ക രീതിയിൽ ബൈബിൾ സൊസൈറ്റിക്കാർ അതിന് കുറച്ച് സബ്സിഡിയൊക്കെ കൊടുത്തുകൊണ്ട് ഒരു നോർമൽ പ്രൈസിൽ എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. എന്നാൽ ലക്ഷറി ബൈബിൾ വാങ്ങണമെങ്കിൽ, ലെതറൊക്കെ ഇട്ട സ്പെഷ്യലായിട്ടുള്ള ബൈബിൾ വാങ്ങണമെങ്കിൽ കൂടുതൽ പണം നമ്മൾ കൊടുക്കേണ്ടി വരും. ഏത് ബൈബിൾ ആണെങ്കിലും വായിക്കാൻ കഴിയും. ബൈബിളിന്റെ എല്ലാം ഒരേ പ്രിന്റ് തന്നെയാകുന്നു. ബൈബിളിൽ ഉണ്ടായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണ്. അത് വായിക്കുക, വായിക്കുക, വായിക്കുക. ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഈ കാലത്ത് ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട പ്രധാനമായ പണി എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം, ബൈബിൾ വായിച്ച് ധ്യാനിക്കണം. സത്യം പറയുക, നിങ്ങളിൽ എത്ര പേർ ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്? ഒരു പ്രസംഗം കേട്ടാൽ, ഒരു റെഫറൻസ് കേട്ടാൽ അത് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമോ? ഇന്ന് ജയ്പോൾ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കാനിടയായി, ഇത് സത്യമാണോ എന്ന് നോക്കാം, ഇതിനെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നുവെന്ന് ശ്രദ്ധിക്കാം, ഉണർവ് എന്താണെന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാം, ആദിമസഭ എങ്ങനെയായിരുന്നു എന്ന് അതിനെക്കുറിച്ച് വിശദമായി ബൈബിൾ വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ദൈവദാസൻ നമ്മുടെ ദൈവമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ സ്വർഗത്തിലേക്കുള്ള വഴിയായി മാറിയിരിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള മാർഗം സഭയല്ല. ആരാണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആരാ? ഞാനാണോ? എല്ലാ ദിവസന്മാരും ഞാനാണെന്ന് പറയുന്നുണ്ട്. ആർക്കും അവസാനം എവിടെ ചെല്ലണമെന്ന് അറിയത്തില്ല. ദൈവദാസനല്ല, കർത്താവാണ് പറയുന്നത്. യേശുവിന്റെ നാമത്തിലാകുന്നു രക്ഷ. യേശുക്രിസ്തുവിൽ കൂടിയാകുന്നു നമുക്ക് വിടുതൽ. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോവുകയില്ല. യേശുവിനെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ യേശു ദൈവമല്ല. അവൻ യഥാർത്ഥ ദൈവമല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാശ്മീരിലായിരുന്നു താമസിച്ചിരുന്നത്. എന്താണ്? അവന്റെ കല്ലറ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണോ? പിന്നെ ഞങ്ങളുടെ പാസ്റ്റർ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുമോ? അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നവൻ ആരാകുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമോ?
എന്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ വിമോചകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ മരിച്ചുപോയാലും എന്റെ ശരീരം ജീർണിച്ചു പോയാലും ഞാൻ കർത്താവിനെ കാണുമെന്ന് യേശുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കേൾക്കാതിരുന്ന ഇയ്യോബ് തന്നെ പറയുവാനിടയായി. അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ നിനക്കത്രമാത്രം വിശ്വാസമുണ്ട്? വചനം വായിക്കുക. ബെറയ സഭയിലെ ആളുകൾ പൗലോസും ശീലാസും പ്രസംഗിച്ചപ്പോൾ ആ സഭക്കാർ ലേഖനങ്ങൾ വായിച്ചിട്ട് ദൈവദാസൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. അതാണ് ഈ കാലത്ത് ആവശ്യമുള്ളത്. ഇഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ കൂടിയിരിക്കുന്നു, ഉപദേശങ്ങൾ കൂടിപ്പോയിരിക്കുന്നു, ഫേക്ക് കൂടിപ്പോയിരിക്കുന്നു, നാട്യങ്ങൾ കൂടിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തി കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഭക്തി തണുത്തു പോകുന്നത്. അമേരിക്കൻ രാജ്യങ്ങളിൽ ഇന്ന് എന്തുകൊണ്ടാണ് സഭകൾ അടച്ചു പൂട്ടുന്നത്? കാരണം ബലിപീഠത്തിൽ അഗ്നി ഇല്ല. ഉള്ളതുപോലെ പ്രസംഗിക്കുന്ന സുവിശേഷകന്മാർ ഇല്ല. ഒരു കാലത്ത് അഗ്നിജ്വാല കത്തിപ്പടർന്ന് ജോൺ വെസ്ലി, ചാർലീസ് ഫിന്നി, ഗോഫോർത്ത്, അങ്ങനെ അനേകം ആളുകൾ അവർ പ്രസംഗം ചെയ്യുന്ന സമയത്ത് ദേശങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാനിടയായി. ജനങ്ങൾ മാനസാന്തരപ്പെടുവാൻ ഇടയായി. ഈ കാലത്ത് അമേരിക്കൻ പ്രീച്ചേഴ്സിന്റെ പ്രസംഗങ്ങൾ കേട്ടു നോക്കുക. നല്ല വചനങ്ങൾ പറയും. നല്ല വചനങ്ങൾ പറഞ്ഞിട്ട് അവസാനമാകുമ്പോഴേക്കും send your offering and you will receive blessings. Send immediately, our people are there. അവർ നിങ്ങളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുന്നു. വേഗം വിളിക്കുക, വേഗം കോൾ ചെയ്ത് സംസാരിക്കുക. $200, $300, $400, $500 ഈ ബുക്ക് ഞങ്ങൾ അയച്ചു തരും. We will send this car, we will send this one, we will send that one. നിങ്ങൾക്ക് ഈ കാർഡ് അയച്ചു തരും, ഈ പുസ്തകം അയച്ചു തരും, ഈ ബുക്ക് അയച്ചു തരും, ഈ ക്രോസ് അയച്ചു തരും. ഇപ്പോൾ തന്നെ പറയുക. നിങ്ങളുടെ കയ്യിൽ പണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞ് ഉറപ്പാക്കുക. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനാ വീരന്മാർ തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അല്ല, സംഭാവനകൾ എഴുതി വെക്കുന്നതിന് വേണ്ടി. എന്താണ്? ഏത് പ്രസംഗകൻ വന്നാലും പ്രസംഗത്തിന്റെ അവസാനമാകുമ്പോഴേക്കും എന്താണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്? നിങ്ങളുടെ സംഭാവനകൾ ദൈവത്തിന് കൊടുക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകും, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ ഈ കാലത്ത് അനേകം പ്രവാചകന്മാർ, പുതിയ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ഭയങ്കരമാണ്. God is going to do a miracle right now. അതാ നിന്റെ പോക്കറ്റിൽ ഇപ്പോൾ പണം വരും. നോക്കുക. 2000 രൂപ വന്നിരിക്കുന്നു. നോക്കുക. നോക്കിയിട്ട് എഴുന്നേറ്റ് പറയുമ്പോൾ ആരുടെയെങ്കിലും കൈ 2000 രൂപ കാണും. എഴുന്നേറ്റ് പറയാതിരിക്കുമോ? അപ്പോൾ ആ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കൈ 2000 രൂപ ഇല്ലാതിരിക്കുമോ? നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തു പിടിക്കുക. ഇപ്പോൾ പണം വരാൻ പോകുകയാണ്. I am praying Lord send money. ദാ നോക്കിക്കോളൂ. നിങ്ങൾക്ക് SMS വരും. ഇപ്പോൾ നോക്കൂ. അപ്പോൾ നോക്കുന്ന സമയത്ത് ആർക്കെങ്കിലും വരേണ്ട എന്തെങ്കിലും പണം വന്നിരിക്കാം. അപ്പോൾ ഹല്ലേലൂയ, God doing miracles. അപ്പോൾ എന്തൊരു കാര്യമാണിത്? എന്റർടൈൻമെന്റ് ആയിരിക്കുന്നു. ചർച്ച് എന്റർടൈൻമെന്റിനുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. കുറെ സമയം രസകരമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. കൈകളടിക്കുകയും ഹല്ലേലൂയ പറയുകയും പാട്ടുകൾ പാടുകയും പിന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഇതല്ല യഥാർത്ഥമായ സഭ. വചനമുണ്ടായിരിക്കണം, ഇരുവായ്ത്തലയുള്ള വാൾ. ഒരു ദേവദാസൻ വചനം പ്രസംഗിക്കുവാൻ പോവുകയാണ്. അദ്ദേഹം കോളേജിൽ ബൈബിൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു ദേവദാസനായിട്ട് ചാർജ് എടുക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിന് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് സഭയിൽ ചെന്നിട്ട് പുൾപിറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കള്ളാ, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഏയ് കള്ളാ, നീ നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം എന്റെ ദൈവത്തിന് അറിയാം. രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? നിന്റെ പാപം നിന്നെ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരുവൻ എഴുന്നേറ്റ് വന്നു. ഒരു കള്ളൻ അവിടെ വന്ന് പതുങ്ങിയിരിക്കുകയായിരുന്നു മോഷ്ടിക്കാൻ. സാമ്പിൾ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിന്റെ ശക്തിയിൽ യഥാർത്ഥമായ ഒരു കള്ളൻ തന്നെ വെളിയിൽ വരികയും മാനസാന്തരപ്പെടുകയും ചെയ്തു. അത്ര ശക്തിയുള്ളതാണ് അവന്റെ നാമം, അത്ര ശക്തിയുള്ളതാണ് അവന്റെ വചനം. ഹൃദയത്തിലുള്ളതായ പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയല്ലയോ, ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയല്ലയോ, അലക്കുന്നവരുടെ
ചാരവെള്ളം പോലെയല്ലയോ? അവന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പാറകൾ തകർന്നു പോകും. നമ്മുടെ മനസ്സിലെ ചപ്പു ചവറുകളെല്ലാം കരിഞ്ഞു പോകാനിടയാകും. നമ്മുടെ അശുദ്ധിയും മാലിന്യവുമെല്ലാം കഴുകപ്പെടാനിടയാകും. ദൈവത്തിന്റെ വചനം സഭയിൽ ഉണ്ടെങ്കിൽ വരുന്നവരുടെ ഹൃദയങ്ങളിൽ മാനസാന്തരം ഉണ്ടാകാനിടയാകും. വചനം ഇല്ല, വാക്യം ഇല്ല. വചനം വായിക്കുക, വചനം ധ്യാനിക്കുക. ഒരു ദിവസം വരാൻ പോകുന്നു, നിന്റെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. ചില രാജ്യങ്ങളിൽ നാം ചെല്ലുകയാണെങ്കിൽ അവിടേക്ക് ബൈബിൾ കൊണ്ടുപോകാനുള്ള അനുവാദം ഇല്ല. അതേതൊക്കെ രാജ്യങ്ങളാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അനേകം ആളുകളെ അങ്ങനെ പിടിക്കപ്പെട്ടിട്ട് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഒരാളെ സെക്യൂരിറ്റീസ് ചെക്ക് ചെയ്തപ്പോ ബൈബിൾ പിടിച്ച് 7 വർഷം ജയിലിൽ അടയ്ക്കുവാൻ ഇടയായി. ബൈബിൾ കിട്ടാത്തതായ, ദൈവവചനം ലഭിക്കാത്തതായ ഒരു സമയം ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വചനം വായിക്കൂ. ബൈബിൾ നിന്റെ മനസ്സിൽ നിറയ്ക്കുക, നിന്റെ ഹൃദയത്തിൽ നിറയ്ക്കുക. നിന്റെ ഹൃദയം നിറച്ച് വചനം ഉണ്ടായിരിക്കട്ടെ. എന്റെ മനസ്സ് നിറച്ച് വചനങ്ങളുണ്ട്. പലപ്പോഴും റെഫറൻസ് എനിക്ക് ഈ കാലത്ത് ഓർമ്മയില്ല. പ്രാർത്ഥനാഭാരം കൂടിയത് കൊണ്ടായിരിക്കാം. പ്രാർത്ഥനാഭാരങ്ങൾ കൂടിപ്പോകുന്നു, റെഫറൻസ് കുറഞ്ഞു പോകുന്നു. എനിക്ക് പ്രായം കൂടുകയും അതുപോലെ തിരക്ക് കൂടുകയും ചെയ്തതുകൊണ്ട് എനിക്ക് സമയം ലഭിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്പർ ഓർമ്മയില്ല. എന്നാൽ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെയും അനുകരിക്കത്തില്ല, ആരെയും നോക്കി പഠിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതെന്നെ ബലപ്പെടുത്തും. എൻ്റെ ദൈവത്തിന്റെ വചനമാണ് എന്നെ നടത്തുന്നത്. എൻ്റെ ദൈവത്തിന്റെ വചനമാണ് എന്നെ ശക്തീകരിക്കുന്നത്. ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എൻ്റെ ദൈവത്തിന്റെ വചനം എനിക്ക് ഉപദേശിച്ചു തരും. അതാണ് ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ ദൈവത്തിന്റെ ഹിതമുണ്ടായിരിക്കണം, ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കണം. ദൈവത്തെ അത്രമാത്രം നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നാം വഴുതിപ്പോവുകയില്ല, വീണു പോവുകയില്ല, നാം പാപത്തിൽ അകപ്പെട്ടു പോവുകയുമില്ല, നാം ബലഹീനനായി പോവുകയും ചെയ്യില്ല. ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്താൽ എൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞു. വചനം, സത്യവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി നാം പതിപ്പിക്കേണ്ടതാണ്. സത്യവചനത്തെ ശരിയായിട്ട് ദൈവദാസന്മാർ ഇന്ന് പ്രസംഗിക്കുന്നില്ല. വചനങ്ങൾ അവർക്ക് അനുകൂലമായ രീതിയിൽ, വരുന്നവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിമറിക്കുന്നു, അല്ലാതെ ഹൃദയത്തിന്റെ ആവശ്യം നിറവേറ്റുന്ന രീതിയിൽ ചെയ്യുന്നില്ല. ആദിമ സഭകളിൽ ഉപദേശമുണ്ടായിരുന്നു, അപ്പോസ്തലിക ഉപദേശം. ക്രിസ്തുവിനോട് നിനക്ക് സംസാരിക്കാം, യേശുവിനോട് നിനക്ക് സംസാരിക്കാം. നിന്റെ പ്രാർത്ഥന അവൻ കേൾക്കും, നിനക്ക് അവൻ മറുപടി നൽകും. മനുഷ്യനെ വിശ്വസിക്കരുത്, ഉപദേഷ്ടാക്കന്മാരെ വിശ്വസിക്കരുത്. ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ നിനക്കായി മധ്യസ്ഥനായിരിക്കുന്നു. നമുക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി സഭ ആവശ്യമാണ്. നമുക്ക് വചനം പ്രസംഗിക്കുവാൻ ദൈവദാസന്മാർ വേണം. എന്നാൽ നമ്മുടെ ബന്ധം, നമ്മുടെ സഹവാസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണം. നമ്മെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് അവൻ. നമ്മുടെ ആപത്ത് കാലത്ത് നമ്മെ കൈവിടാതെ നമ്മെ പരിപാലിക്കുന്ന കർത്താവാണവൻ. നിനക്കും ദൈവത്തിനും മധ്യസ്ഥനായി നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കർത്താവാണവൻ. യേശു കർത്താവിനെ വിശ്വസിക്കാം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം, യേശുവിന്റെ നാമത്തിൽ കൂട്ടായ്മ ആചരിക്കാം. വചനത്തെ നമുക്ക് അനുസരിക്കാം, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാം, കൂട്ടായ്മയെ നിലനിർത്താം. നമ്മുടെ 2 കരങ്ങളും ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിർജീവമായ ഒരു ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, നാമധേയ ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, കർത്താവേ, അടിസ്ഥാനങ്ങൾ തകർന്നു പോകാതെ, ഈ ദിവസങ്ങളിൽ സഭകളിൽ നിർജീവ അവസ്ഥയെ കാണുന്ന ഈ ദിവസങ്ങളിൽ ബാലിന്റെ ഉപദേശത്താൽ, ഇസബേലിന്റെ ഉപദേശത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ സമയത്ത് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ വിശ്വസ്തരായിരിക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. ഈ ദിവസം നിന്നോട് കണക്ട് ആവുന്നതിനായിട്ട്, നിന്നോട് സഹവാസം ചെയ്യുന്നതിനായി, നിന്നോട് നേരെ സംസാരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രവാചകൻ ആരാണ്, കള്ളപ്രവാചകന്മാരാരാണ്, യഥാർത്ഥമായിട്ടുള്ള വചനപ്രകാരമുള്ളതായ സഭ ഏതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിനായിട്ട്, നഷ്ടപ്പെട്ടു പോകാതെ, കബളിപ്പിക്കപ്പെടാതെ നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു സഭയായി ഞങ്ങളെ നീ ഒരുക്കിയെടുക്കണമേ.
നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ക്രൂശിലെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.